ആയിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. തിരുവമ്പാടി KCB ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉണ്ടായിരുന്നത്. അത് പോലീസ് തടയുകയും ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും രാഹുൽ KV അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇതിപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? അല്പസമയം മുമ്പ് റസാഖ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പ്രതികരണം തേടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലരും പറയുന്നുണ്ടായിരുന്നു പ്രതിഷേധം ഉയർത്തും, ഉറപ്പായും പ്രതിഷേധം ഉണ്ടാകും. ഇതിനു മുൻപേ യൂത്ത് കോൺഗ്രസ് പോലും അത് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ KCB ഓഫീസിന് മുന്നിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി KCB ഓഫീസിന് മുൻപിലേക്ക് വന്നു. റസാഖിന്റെ വീടിന് സമീപത്ത് നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. പോലീസ് ഇതിനു മുൻപ് തന്നെ ഓഫീസിന് മുൻപിൽ സംഘടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രതിഷേധം വന്നു, പോലീസ് തടഞ്ഞു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായതിനു ശേഷം പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ തന്നെ തടിച്ചുകൂടി നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഗതാഗതം അതുകൊണ്ട് തന്നെ തടസ്സപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം. പോലീസുമായി നേരിയ തോതിൽ ഇപ്പോഴും വാക്കേറ്റമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ചില പ്രവർത്തകർ KCB ഓഫീസിന്റെ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചതൊക്കെയാണ് കൂടുതൽ പ്രതിഷേധത്തിന് കാരണമായി വന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ റോഡിൽ തന്നെ തുടരുകയാണ്. മുതിർന്ന നേതാക്കൾ അവരെ സമാധാനപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു വൈകിട്ട് 3 മണിയോടുകൂടിയാണ് റസാഖിന്റെ വീട്ടിലെ വൈദ്യുതി KCB വിച്ഛേദിക്കുന്നത്. രാവിലെയാണ് റസാഖിന്റെ മക്കളായ അജ്മലും ഫഹദാദും KCB ഓഫീസിൽ വന്ന് അതിക്രമം കാട്ടുന്നത്. അതായത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ CMDയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നത്. ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഏതായാലും KCB തയ്യാറായിട്ടില്ല. ഇനി KCB ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന നിയമപരമായ ഉറപ്പ് നൽകിയാൽ മാത്രമേ വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഇന്ന് ഉറപ്പ് നൽകിയാൽ ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കും എന്നൊരു നിലപാടാണ് KCBയുടേത്. വൈദ്യുത മന്ത്രിയുടെയും അതുപോലെ ഏറ്റവും ഒടുവിലായി KCBയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഇറക്കിയ വാർത്താക്കുറിപ്പിലും ഇക്കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. CMDയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് റസാഖിന്റെ പേരിൽ 11 വൈദ്യുതി കണക്ഷനുണ്ട്. അതിൽ 10 കൊമേഴ്ഷ്യലാണ്. തുടർച്ചയായി കുടിശ്ശിക വരുത്താറുണ്ട് ബില്ലിന്റെ കാര്യത്തിൽ. തുടർന്ന് KCB ജീവനക്കാർ എത്തുന്ന സമയത്ത് വാക്കേറ്റവും ഭീഷണിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നതാണ്. ഇന്നലെ വൈദ്യുതി വിച്ഛേദിച്ചതിന് പിന്നാലെ രാത്രി റസാഖും ഭാര്യയും ഇതേ KCB ഓഫീസിന് മുൻപിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചിരുന്നു. റസാഖിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി, സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുണ്ടായില്ല. രാഹുൽ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അല്പസമയം മുമ്പ് റസാഖ് അദ്ദേഹത്തോട് രാഹുൽ സംസാരിച്ചിരുന്നല്ലോ. ഉടൻ തന്നെ ഉറപ്പ് എഴുതി നൽകും. എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം? അതിനെക്കുറിച്ച് അവരെന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? അതായത് ഈ KCB ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് KCB ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നാണ്. കുടുംബം റസാഖിന്റെ പ്രതികരണമായി പറയുന്നത് തങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, ഇനി ആക്രമിക്കാനും പോകുന്നില്ല, ഇതുവരെ അങ്ങനെ വാക്കുതർക്കം പോലും ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് മക്കൾ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ആ ഒരു തെറ്റ് അവർ സമ്മതിക്കുന്നത് തന്നെയാണ്. കാരണം അത് നിഷേധിക്കാൻ കഴിയുന്നതുമല്ല. ഈ മക്കളായ 2 പേർ KCB ഓഫീസിൽ വന്ന് ജീവനക്കാർ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ദേഹത്ത് മലിനജലം ഒഴിക്കുകയും ഓഫീസിലെ
കമ്പ്യൂട്ടറും ഫയലുകളും നശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെന്തായാലും ആ കുടുംബം നിഷേധിക്കുന്നില്ല. പക്ഷേ വൈദ്യുതി വിച്ഛേദിച്ച് രക്ഷിതാക്കളെ പ്രായമായ രണ്ടുപേരെ ഇരുട്ടിൽ നിർത്തുന്നതിനെതിരെയാണ്. അതെ രാഹുൽ, ആ രീതിയിലുള്ള ചോദ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിങ്ങളും കാണുന്നത്. വ്യാപകമായ പ്രതിഷേധം KSEBിയുടെ ഈ നടപടിക്കെതിരെ ഉയർന്നുണ്ടായിരുന്നു. എന്തായാലും